ജാവയിലെ മെത്തോഡ്സ് എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് മെത്തോട് സൃഷ്ടിക്കുന്നത്, മെത്തോടിനെ കോൾ ചെയ്യുന്നത്. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു വെർഷൻ 1110, ജാവ ഡെവലപ്മെന്റ് കിറ്റ് 1.6, എക്ലിപ്സ് 3.7.0. ഈ ട്യൂട്ടോറിയലിനായി എക്ലിപ്സിൽ ഒരു ലളിതമായ ജാവ പ്രോഗ്രാം എഴുതി കമ്പൈൽ ചെയ്ത് റൺ ചെയ്യുവാൻ അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരു പ്രത്യേക പ്രവൃത്തിക്ക് വേണ്ടിയുള്ള ഒരു കൂട്ടം സ്റ്റേറ്റ്മെന്റുകളെ ജാവയിൽ മെത്തോട് എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു മെത്തോട് എഴുതാം. എക്ലിപ്സ് മെത്തോഡ്സ് എന്ന ഒരു പ്രൊജക്റ്റ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ പ്രൊജക്റ്റിൽ മെത്തോഡെമോ എന്ന ജാവ ക്ലാസ് ഉണ്ട്. ക്ലാസ്സിൽ മെയിൻ മെത്തോഡിന് വെളിയിൽ ഒരു മെത്തോട് എഴുതുന്നു. ടൈപ്പ് ചെയ്യുക വോയിഡ് മെത്തോഡിന്റെ പേര്, ഇവിടെ ഡിസ്പ്ലേ മെസ്സേജ് പാരാന്തീസിസ് എന്റർ. എന്നിട്ട് കർലി ബ്രാക്കറ്റ്സ്. മെത്തോഡിന് ഒരു മൂല്യം റിട്ടേൺ ചെയ്യാൻ പറ്റും. എന്നാൽ നിങ്ങളുടെ മെത്തോഡിന് ഒരു മൂല്യം റിട്ടേൺ ചെയ്യാനില്ലെങ്കിൽ വോയിഡ് എന്ന കീവേഡ് ഉപയോഗിക്കുന്നു. ശരി, ഇപ്പോൾ കർലി ബ്രാക്കറ്റിനുള്ളിൽ ഒരു സന്ദേശം പ്രിന്റ് ചെയ്യാം. ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ഹെല്ലോ മെത്തോട്. അങ്ങനെ നമ്മൾ ഒരു മെത്തോട് എഴുതിയിട്ടുണ്ട്. ഇനി ഈ മെത്തോഡിനെ കോൾ ചെയ്യാം. മെയിൻ മെത്തോഡിനുള്ളിൽ മെത്തോഡെമോ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് സൃഷ്ടിക്കാം. ടൈപ്പ് ചെയ്യുക മെത്തോഡെമോ, പിന്നെ ഒബ്ജക്റ്റിന്റെ പേര്, ഇവിടെ എംഡി ന്യൂ, എന്നിട്ട് മെത്തോഡെമോ പാരാന്തീസിസ് സെമിക്കോളൻ. അതായത് നമ്മൾ മെത്തോഡെമോ ക്ലാസിന്റെ എംഡി എന്ന ഒബ്ജക്റ്റ് ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് സൃഷ്ടിച്ചു. ഇപ്പോൾ ഡിസ്പ്ലേ മെസ്സേജ് എന്ന മെത്തോഡിനെ കോൾ ചെയ്യാം. ടൈപ്പ് ചെയ്യുക എംഡി ഡോട്ട് ഡിസ്പ്ലേ മെസ്സേജ്. മെത്തോട് കോൾ ചെയ്യുന്നതിനായി ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു. റൺ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യാം. കൺസോളിൽ ഹെല്ലോ മെത്തോട് എന്ന ഔട്ട്പുട്ട് കാണാം. ഇപ്പോൾ നമുക്ക് വോയിഡിന് പകരം ഒരു ഇന്റിജർ റിട്ടേൺ ചെയ്തു നോക്കാം. ഇന്റ് ടൈപ്പ് ചെയ്യുക. മെത്തോഡിനെ എല്ലായിടത്തും ആക്സസ് ചെയ്യാൻ അതിനെ പബ്ലിക് ആക്കുക. ഡിഫോൾട്ട് ആയി അത് എഴുതപ്പെട്ടിട്ടുള്ള ക്ലാസ്സിൽ മാത്രം ആക്സസബിൾ ആകുന്ന തരത്തിൽ പ്രൈവേറ്റ് ആയിരിക്കും. മെത്തോഡിനുള്ളിൽ ടൈപ്പ് ചെയ്യുക റിട്ടേൺ 7 സെമിക്കോളൻ. മെത്തോഡിന്റെ അവസാന ഭാഗത്ത് എല്ലാ സ്റ്റേറ്റ്മെന്റുകൾക്കും ശേഷം റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ ഓർമ്മിക്കുക. കാരണം റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന് ശേഷം മറ്റൊരു സ്റ്റേറ്റ്മെന്റും എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ മെയിൻ മെത്തോഡിനുള്ളിൽ ഇവിടെ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ പാരാന്തീസിസിനുള്ളിൽ മെത്തോട് കോൾ ചെയ്യുന്നു. എംഡി ഡോട്ട് മെത്തോഡിനെ പാരാന്തീസിസിനുള്ളിലാക്കി സെമിക്കോളൻ നീക്കം ചെയ്യുക. ഇത് മെത്തോട് റിട്ടേൺ ചെയ്യുന്ന മൂല്യം പ്രിന്റ് ചെയ്യുന്നു. ആപ്ലിക്കേഷൻ റൺ ചെയ്യുക. ഔട്ട്പുട്ടിൽ മൂല്യം 7 പ്രിന്റ് ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് മറ്റൊരു മെത്തോട് എഴുതി അതിനെ ഡിസ്പ്ലേ മെസ്സേജിൽ കോൾ ചെയ്യാം. ടൈപ്പ് ചെയ്യുക പബ്ലിക്ക് വോയിഡ്
മെത്തേഡിന്റെ പേര് സ്ക്വയർ പരാൻതീസിസിനുള്ളിൽ ഇന്റ് a. ഇവിടെ ഇന്റ് a മെത്തേഡിന്റെ പാരാമീറ്റർ ആണ്. കർലി ബ്രാക്കറ്റിനുള്ളിൽ ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ പരാൻതീസിസിനുള്ളിൽ a into a. അങ്ങനെ സ്ക്വയർ മെത്തോട് എഴുതി. ഇത് പാരാമീറ്റർ ആയി നൽകുന്ന ഒരു ഇന്റിജറിന്റെ വർഗം കാണുന്നു. ഈ മെത്തോഡിനെ ഡിസ്പ്ലേമെസേജ് മെത്തോഡിൽ കോൾ ചെയ്യാം. ടൈപ്പ് ചെയ്യുക സ്ക്വയർ പരാൻതീസിസിനുള്ളിൽ ഇന്റിജർ 5 സെമിക്കോളൻ. ആപ്ലിക്കേഷൻ റൺ ചെയ്യുക. ഔട്ട്പുട്ടിൽ 5ന്റെ വർഗമായ 25ഉം കാണുന്നു. ആപ്ലിക്കേഷന്റെ ഒഴുക്ക് മനസ്സിലാക്കാം. തുടങ്ങുന്നത് മെയിൻ മെത്തോഡിലാണ്. മെയിൻ മെത്തോഡിനുള്ളിൽ ആദ്യം ഡിസ്പ്ലേമെസേജ് കോൾ ചെയ്തു. അതിനാൽ കൺട്രോൾ ഡിസ്പ്ലേമെസേജിലേക്ക് പോകുന്നു. എന്നിട്ട് ഡിസ്പ്ലേമെസേജിലെ സ്റ്റേറ്റ്മെന്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. ആദ്യമായി പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്. അതിനുശേഷം സ്ക്വയർ മെത്തോഡിനെ കാണുന്നു. അപ്പോൾ കൺട്രോൾ സ്ക്വയർ മെത്തോഡിലേക്ക് പോകുന്നു. സ്ക്വയർ മെത്തോട് ഇന്റിജർ 5 സ്വീകരിച്ച് ഇന്റിജർ 25 റിട്ടേൺ ചെയ്യുന്നു. എന്നിട്ട് കൺട്രോൾ ഡിസ്പ്ലേമെസേജിലേക്ക് തിരിച്ചു പോകുന്നു. മൂല്യം 7 റിട്ടേൺ ചെയ്യുന്നു. എന്നിട്ട് കൺട്രോൾ മെയിൻ ഫംഗ്ഷനിലേക്ക് തിരിച്ചു പോകുന്നു. മെയിൻ മെത്തോഡിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു സ്റ്റേറ്റ്മെന്റും അവശേഷിക്കാത്തതിനാൽ ആപ്ലിക്കേഷൻ അവിടെ അവസാനിക്കുന്നു. ഇപ്പോൾ ഡിസ്പ്ലേമെസേജിനെ സ്റ്റാറ്റിക് ആക്കാം. പബ്ലിക്കിന് ശേഷം സ്റ്റാറ്റിക് ടൈപ്പ് ചെയ്യുക. സ്റ്റാറ്റിക് മെത്തോഡിനുള്ളിൽ ഒരു നോൺ സ്റ്റാറ്റിക് മെത്തോഡിനെ കോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് കാണുന്നു. അതിനാൽ ഈ കോൾ കമന്റ് ചെയ്യുന്നു. മെയിൻ ഒരു സ്റ്റാറ്റിക് മെത്തോട് ആയതിനാൽ സ്റ്റാറ്റിക് ഡിസ്പ്ലേമെസേജ് അതിനുള്ളിൽ കോൾ ചെയ്യാൻ കഴിയുന്നു. ഇപ്പോൾ സ്റ്റാറ്റിക് മെത്തോഡിനായി ഒരു ഒബ്ജക്റ്റ് സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. അതിനാൽ ഈ ഒബ്ജക്റ്റ് ക്രിയേഷനെ കമന്റ് ചെയ്യുന്നു. കൂടാതെ എംഡി നീക്കം ചെയ്യുന്നു. ആപ്ലിക്കേഷൻ റൺ ചെയ്യുക. ഔട്ട്പുട്ടിൽ ഹെല്ലോ മെത്തോഡും 7ഉം കിട്ടുന്നു. സ്ക്വയർ മെത്തോട് കമന്റ് ചെയ്യാത്തതിനാൽ 25 കാണുന്നില്ല. വേറെ ക്ലാസ്സിൽ നിന്നും മെത്തോട് കോൾ ചെയ്യാം. അതിനായി ഡെമോ എന്ന ക്ലാസ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സിനുള്ളിൽ ഒരു മെത്തോട് സൃഷ്ടിക്കുക. ടൈപ്പ് ചെയ്യുക പബ്ലിക് വോയിഡ് ഷോ പരാൻതീസിസ് എന്റർ. കർലി ബ്രാക്കറ്റിനുള്ളിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ I am from other class. ഫയൽ സേവ് ചെയ്യുക. മെത്തോട് ഡെമോ ക്ലാസ്സിലേക്ക് പോകുക. നമ്മൾ ഷോ മെത്തോഡിനെ മെത്തോട് ഡെമോ ക്ലാസ്സിനുള്ളിൽ കോൾ ചെയ്യുന്നു. അതിനായി ക്ലാസ് ഡെമോയുടെ ഒരു ഒബ്ജക്റ്റ് സൃഷ്ടിക്കണം. എന്തെന്നാൽ ഷോ മെത്തോട് ഡെമോ ക്ലാസ്സിൽ ഉള്ളതാണ്. ടൈപ്പ് ചെയ്യുക ഡെമോ d equal to ന്യൂ ഡെമോ പരാൻതീസിസ് സെമിക്കോളൻ. എന്നിട്ട് ഷോ മെത്തോട് കോൾ ചെയ്യുന്നു. ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നു. കൺസോളിൽ I am from other class എന്ന് കാണാം.
ഇങ്ങനെയാണ് ജാവയിൽ മെത്തോഡ്സ് ഉപയോഗിക്കുന്നത്. മെത്തോഡ് നെയിമും പാരാമീറ്റർസും ഉൾപ്പെടുന്നതാണ് methodന്റെ സിഗ്നേച്ചർ. കർലി ബ്രാക്കറ്റുകളും സ്റ്റേറ്റ്മെന്റുകളും methodന്റെ ബോഡിയാണ്. ഇവിടെ പഠിച്ചത് മെത്തോഡ് സൃഷ്ടിക്കുന്നത്, മെത്തോഡ് കോൾ ചെയ്യുന്നത്, methodന്റെ പലതരത്തിലുള്ള സിഗ്നേച്ചർസ്, അസൈൻമെന്റ്, ഒരു ഇന്റിജറിന്റെ ത്രിവർഗം പ്രിന്റ് ചെയ്യുന്ന മെത്തോഡ് സൃഷ്ടിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബെ. നന്ദി.